ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ സമയം 10:45. നമ്മളൊരു ബർത്ത്ഡേ ഡെക്കറേഷൻ സെറ്റപ്പിനുള്ള പരിപാടിയാണ്. നാളെ ആദികുട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പം രാവിലെ അവനെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. പക്ഷെ അവന് വരുമ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കണ്ട സന്തോഷമാവുമല്ലോ. പിന്നെ അവൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടോയ് ഉണ്ട്. അവൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു ടോയ്. അപ്പൊ അതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ അവന്റെ ഹാപ്പിനെസ് ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് ബർത്ത്ഡേ സെറ്റപ്പ് ചെയ്ത് വെക്കാം. അപ്പം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് നമ്മൾ ബലൂണും അവന്റെ ടോയും. അപ്പൊ അത് നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന്. ഒരു ചെറിയ വീഡിയോ. പ്രതിമയെ പോലെ ഇരിക്കാനമ്മ പറ അങ്ങോട്ട്. ഒരു ടോയ് ബലൂൺ എല്ലാം ഉണ്ട്. ബിൽഡിംഗ് ബ്ലോക്സ് അല്ലേ? അത് ടോയ് അല്ലേ? എന്താ പറയുന്ന ഒരു മാഗ്നറ്റിക്. അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അമ്മ അവിടെ ഉറക്കം വന്നിട്ട് ഞാനിവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതുകൊണ്ടാണ് പ്രതിമയെ പോലെ ഇരിക്കുന്നത്. പിന്നെ ഒരു കെട്ടിയാനുള്ളത് ഓർഡർ കൊടുക്കാൻ മാത്രം അറിയാം. ക്യാമറ നോമ്പി വരാനാണ് ആരെല്ലാം കല്യാണം ആലോചിച്ചാലോ. ആണത് ഇതാണ് ആദ്യം ഉദ്ദേശിച്ച ഐറ്റം, മാഗ്നറ്റിക് ടൈൽസ്. ഇത് അപ്പുറത്തൊരു വീട്ടിലേ അവിടെ വിയാന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഇത് അവിടെ കാണും. അവനെ ചെന്നാൽ ഉടനെ ഇത് വറക്കി വെച്ചൊരു കളിയാ സത്യമായിട്ട്. അപ്പുറത്തെ വീട്ടില് കളിക്കാൻ പോകുമ്പോ കാണുന്നത്. പക്ഷെ അവിടെ ചെന്നാ അവിടെ ഞാൻ അമ്മൂനോട് ചോദിച്ചത്, അവിടെ ചെന്നാ ആള് ഫുൾ ഡേ സൈലന്റ് ആയിട്ട് ഇരുന്നോളൂ. ഈ ഒരു ഐറ്റം മാത്രം മതി കളിക്കാനായിട്ട്. അപ്പൊ എന്നോട് ഒരു മാസമായിട്ട് പറയുന്നതാണ്. അപ്പം ആൾക്കറിയാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന്. പക്ഷെ വന്നത് കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും കാണുമ്പം ഹാപ്പി ആവും അവൻ ആണ് തോന്നുന്നത്. അതുകൊണ്ട് മാത്രല്ല ആദ്യകൂട്ടിന് വേറെ എന്ത് വെച്ചായാലും 1 മണിക്കൂർ ഇരുന്ന് കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ സാധനം കുട്ടികൾ അവന്റെ എല്ലാത്തോണ്ടാണ്. പിന്നെ അതേ കുറച്ച് മെറ്റാലിക് ബലൂൺസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താണിത്? ത്രെഡാണ്. എന്റെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാ, വലിയ ഐഡിയൊന്നും ഇല്ല, നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. പ്ലാൻ എന്താന്ന് വെച്ചാൽ നമ്മള് ബലൂൺ വേർപ്പിച്ചിട്ട് ത്രെഡ് താഴെ ഇങ്ങനെ കേൾ ചെയ്തിടുന്ന ത്രെഡാ. എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പും ഇവിടെ ഡബിൾ സൈഡ് ടേപ്പും ഉണ്ട്. ബലൂണിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മള് ഈ റൂഫിൽ മൊത്തം സെറ്റ് ചെയ്യും. പിന്നെ ഒരു സിൽവർ ഫോയിൽ ഉണ്ട്, അത് ബാക്ക്ഗ്രൗണ്ട് ആക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാനായിട്ട് ബലൂൺ വീർപ്പിക്കുന്ന ആയുധം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇതും കളർഫുൾ ഐറ്റം തന്നെയാണ് വാങ്ങിച്ചത്. നമുക്കിത് അടുത്ത ബർത്ത്ഡേക്കും കൂടെ എടുക്കാം. അതായത് 100 ബലൂൺ ഉണ്ട് ഇതില്. പിന്നെ ഇതും ഇത്രയുണ്ട് ഐറ്റംസ്. നമുക്ക് ഇത്രയും ഇതിന്റെ ഒരു പകുതി പോലും ആവശ്യമില്ല. നമുക്ക് അടുത്ത സാദികുട്ടിയുടെ ബർത്ത്ഡേ യൂസ് ചെയ്യാം. ബലൂൺ വീർപ്പിക്കുന്ന ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു 15 മിനിറ്റിൽ വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. വാ ഏട്ടാ, കമോൺ. പൊട്ടിച്ച് കളയാൻ മെറ്റാലിക് ബലൂൺസ് അല്ല, അതുകൊണ്ട് എങ്ങനെ ഇരിക്കും എന്നൊരു. ഒത്തിരി വലുതാക്കണ്ടല്ലോ. ഒത്തിരി വലുതാക്കണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാക്കിക്കോ. കാരണം നമുക്കിത് കാണണ്ടേ, റൂഫിലല്ലേ വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതിലൊക്കെ മിക്കവാറും നിറയെ ഊട്ട ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഏട്ടോ ഹെൽപ്പ് ചെയ്യാട്ടോ. മതിയോ? ശ്വാസം കൂട്ടി ചത്ത്. എനിക്കങ്ങനെ ഓർമ്മിച്ചു. ഡയലോഗ് അടിക്കാതെ ഇവിടെ വാ. വയറ്റിലിരിക്കുന്ന ശ്വാസമെല്ലാം കെട്ടി തമ്മ ഇവിടെ വന്നിരുന്നു. ഇങ്ങോട്ടാ പോകുന്നത്? കാറ്റ്
പുതിയതിലൂടെ അടിപൊളിയായിട്ട് നോക്കുന്നു. ഇന്ന് രാവിലെ നമ്മളെവിടെ വന്ന് പൂതം എന്നെ കൂടെ ചിരിപ്പിക്കല്ലേ. ഏട്ടായി സിമ്പിളായിട്ട് ഊതി കാണിക്കാനാണ് എടുത്തോണ്ട്. ആ ഊതി എന്നാ ഞാൻ ഊതും. ഇത്രയും മതി, ഇത്രയും മതി, ഇത്രയും വലുതാക്കണ്ടേ, ചെറുത് കെട്ടുമ്പോ അല്ല എന്നാലല്ലേ ഒരു മുകളിൽ നിൽക്കുമ്പോ കാണണമെങ്കിൽ ഭംഗി വേണമെങ്കിൽ ഇത്രയും വേണം. എന്റെ വലുത് ഞാൻ ഇടണം ചേർത്ത് എന്നുവെച്ച് പൊട്ടിക്കണ്ട, അപ്പത്തെ കൊച്ച വന്നു. ഇതിന്റെ അത് കണ്ടില്ലേ, ബലൂൺ കയറ്റി വെക്കുന്ന ഒരു റിബണുണ്ടത്, അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ട നമുക്ക്. നമുക്ക് എന്റെ ഉദ്ദേശം മനസ്സിലായല്ലേ? ഇതിന്റെ ഇവിടെ ത്രെഡ് ഇതിന്റെ ഇങ്ങനെ അപ്പൊ ഹൈഡ്രജൻ ബലൂൺ നിൽക്കുന്നവനക്ക് നിൽക്കുവോ? ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മുകളിൽ നിൽക്കുമ്പോ ഹൈഡ്രജൻ ബലൂൺ നിൽക്കുന്ന പോലെ തോന്നത്തില്ലേ? ഞാൻ കസേര കയറിയുന്നു ടിക് ഇങ്ങനെ ഒട്ടിക്കും. എത്രന്നാണ് വെച്ചാൽ എനിക്ക് തോന്നുന്നത്. ഈ രണ്ടാൾക്കാരുണ്ടല്ലോ, അമ്മയും എന്റെ ഹസ്ബൻഡും, ഇവർ രണ്ടുപേരുണ്ടല്ലോ, ഞാൻ എന്ത് പ്ലാൻ ഇട്ടാലും തുടക്കം തൊട്ട് അവസാനം വരെ അതിപ്പോ എന്ത് കൂതറ പ്ലാൻ ആണെങ്കിലും എന്റെ കൂടെ നിന്ന് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. രണ്ടുപേരും 12 മണി വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയാണേലും പിന്നിൽ നിന്ന് എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തരാറുണ്ട്. അപ്പൊ ദേ ഞാനിപ്പോ ഈ കാണിക്കുന്ന സ്പോട്ടിലെ ഇവിടെയാണ് നമ്മൾ ബലൂൺ സെറ്റ് ചെയ്ത് പരിപാടി പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മോൻ ആ റൂമിലാണ് കിടക്കുന്നത്, അപ്പൊ ഇറങ്ങി വരുമ്പോൾ തന്നെ കാണാമല്ലോ. പിന്നെ ഇവിടെയാണ് റൂഫിന് ഹൈറ്റ് കുറവുള്ളത്. ഞാൻ ഈ ത്രെഡ് കേൾ ചെയ്യുന്നത് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. അത് ശരിയാവോ നോക്കട്ടെ. എടി ഇത്രയും നേരം കെട്ടാനില്ല അവർക്ക്. ഞാൻ കുറെ നേരമായിട്ട് നോക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് 6 ചെയ്തിരിക്കുന്നു. ഞാൻ എന്നെ കളിയാക്കി മോളും മരുമോനും കൊടുക്കുന്നു, പക്ഷെ ഞാനാണ് എന്താ ഞാൻ ഇതിന്റെ ത്രെഡ് കേൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് പഠിച്ചോന്ന് അറിയത്തില്ല, നോക്കാം. ഇത്രയും വേണ്ടതില്ല എന്ത് നമ്മുടെ ഇത് ഇത്രയും ലെങ്ത് ഇല്ല. ഇതുണ്ടോ കേൾ ചെയ്യാനെടുത്ത് ഞാനാരായി? ഞാൻ കേൾ ചെയ്യാൻ എടുത്തതാ. ഓൾറെഡി ഇത് കേളാണ്. നോർമലി നമ്മളിങ്ങനെ കേൾ ചെയ്യണം അത്, പക്ഷെ ഇതിനിപ്പോ ഓൾറെഡി ഒരു കേൾ ഉണ്ട്. ഇത് കൊള്ളാമല്ലോ ഐറ്റം. ഗ്രീൻ ബലൂണിന്റെ താഴെ ഫോൺ വേണം. വീട്ടായി പണി നിർത്തി പോവാം. നിങ്ങൾക്ക് സംഭവം എന്താന്ന് മനസ്സിലായോ? ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഈ ത്രെഡ് ഇങ്ങനെ കത്രിക വെച്ചിട്ട് കേൾ ചെയ്യുന്ന പഠിച്ചിട്ടുണ്ടായിരുന്നേ. അത് ചെയ്യാനെടുത്തപ്പം ഈ സാധനം ഓൾറെഡി കേളായി. പക്ഷെ അത് കൊള്ളാട്ടോ. നമ്മൾ നോർമലി കുറച്ച് ബുദ്ധിമുട്ടി അത് കേൾ ചെയ്യുന്ന എന്ത് പരിപാടി ഈസി ആയിരുന്നു നമുക്ക്. നമ്മള് ആദിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ അത് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മളൊന്നും മൂക്കിലൊന്നും ചെയ്തില്ലാണ്ട് ഈ ആ എണ്ണ മൂക്കിലോട്ട് പറ്റിച്ചു കൊടുത്തേ ഉള്ളു. എടുക്കട്ടെ, കൊടുത്തു. നമ്മള് ആദിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ നാട്ടിലായിരുന്നു. അത് നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ച്. സെക്കൻഡ് ബർത്ത്ഡേ ഇവിടെ വന്നിട്ടായിരുന്നു. അതും നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ എല്ലാരെയും വിളിച്ച് ഏട്ടായുടെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് നന്നായിട്ട് തന്നെ ആഘോഷിച്ച്. തേർഡ് ബർത്ത്ഡേ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി ഡിന്നർ കഴിച്ചതുള്ളൂ, അല്ലാതെ ആരെയും വിളിച്ചില്ല, അങ്ങനെ ആഘോഷിച്ചു. ഇത്തവണ നമ്മൾ ആക്ച്വലി കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഏറ്റവും തെറ്റല്ലേ?
കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, ആൾക്കാരെ വിളിക്കണോ അതോ നമ്മൾ വീട്ടിലാണോ. ഫൈനലി നമ്മൾ പ്ലാൻ ചെയ്തു. എന്താന്ന് വെച്ചാൽ കുഞ്ഞിന് പനി, 2 പേർക്കും പനി, ഇവിടെ ഏട്ടായിക്കും പനി. പിന്നെ നമ്മള് പ്ലാൻ ചെയ്തില്ല സത്യം പറഞ്ഞ. ലാസ്റ്റ് മിനിറ്റ് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, വേണോ, പിന്നെ കുഞ്ഞായിട്ട് എവിടെയെങ്കിലും പോണോ, പിന്നെ ചൂട്, പുറത്തൊന്നും പോയി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ചൂട്. എവിടെ മുമ്പ് നമ്മൾ പാർക്കിലൊക്കെ പോയി സെലിബ്രേറ്റ് ചെയ്യാം നമുക്കിവിടെ, പക്ഷെ ഈ ചൂടത്ത് അത് നടക്കത്തില്ല. അപ്പൊ നമ്മൾ ഇതിൽ ഇൻഡോർ എടുക്കണം. ഇൻഡോർ എടുക്കാന്ന് പറയുമ്പം അത് നമ്മൾ ഫുഡ് സെപ്പറേറ്റ്, അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും പ്ലാൻ ചെയ്യാത്തോണ്ട് ഇത്തവണയും നമ്മള് ഇതുപോലെ ഇപ്പം നാളെ ഒരു ഡിന്നർ പോയി കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതും പോന്നോന്നറിയില്ല. നമ്മള് ബലൂൺ ഊതി ഊതി ശ്വാസം പോയത് കൊണ്ട് നൂണിന്ന് അപ്പൊ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ബലൂണിൽ എയർ ഫില്ല് ചെയ്യുന്ന സാധനം. നമ്മളിവിടെ നൂണിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ 15 മിനിറ്റിൽ നമുക്ക് ഡെലിവറി കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ ആ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ബലൂൺസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കത് യൂസ്ഫുൾ ആയി. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേ കേക്കിൽ വെക്കാനുള്ള 4 വയസ്സായെന്നുള്ള നമ്പർ കാൻഡിൽസ് ഉണ്ടല്ലോ, അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് 2 ഐറ്റംസ് കൂടെ വന്നതാണ് കേട്ടോ. ഇതിപ്പോ നമ്മൾ 3ഉം 4ഉം വന്നിട്ടുണ്ട്. അതൊരു ട്രാൻസിഷൻ 3 to 4 ട്രാൻസിഷൻ ചെയ്യാനായിട്ട് വാങ്ങിയതാണ്. പക്ഷെ അതങ്ങോട്ട് സെറ്റ് ആയില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ കണ്ടിട്ട് ഈ ട്രാൻസിഷൻ വീഡിയോ ചെയ്യാൻ പോകുമ്പം ഇത് ഇത്തിരി വളർന്ന കുട്ടിയാണെന്ന് ഓർക്കണമായിരുന്നു. കാരണം പൊടിക്കുഞ്ഞാണല്ലോ നമ്മൾ ചെല്ലുമ്പം അനങ്ങാതൊക്കെ കിടക്കുന്നത് ഉറക്കത്തിൽ ട്രാൻസിഷൻ ചെയ്യാൻ. ആദ്യം എടുത്ത് ഇതും കൊണ്ട് വന്നപ്പോൾ ആള് കയ്യും കാലും ഒക്കെ എടുത്തിട്ട് തിരിഞ്ഞു മറിഞ്ഞ് കിടന്ന കാരണം നമുക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബലൂണിന്റെ സാധനം കിട്ടിയത് കാരണം നമ്മൾ പിന്നെ ബാക്കി ബലൂൺസ് എല്ലാം ഇതുകൊണ്ട് തന്നെ വേർപ്പിച്ച് പരിപാടി സെറ്റാക്കി. പിന്നെ അമ്മയും ഞാനും കൂടി ഇരുന്ന് ബാക്കി ബലൂൺസ് കംപ്ലീറ്റ് 100 ബലൂണൊന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ വളരെ കുറച്ച്, പകുതി കൂടുതൽ ബലൂൺസ് നമുക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ത്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കേളായിട്ട് വന്നതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമേ വന്നുള്ളൂ. പിന്നെ അങ്ങനെ കംപ്ലീറ്റ് സെറ്റപ്പ് നമ്മളൊരു, എനിക്ക് തോന്നുന്നു നമ്മൾ പതുക്കെ ഇരുന്ന് ചെയ്ത് കാരണം ഒരു 1.5 മണിക്കൂർ എടുത്ത് പരിപാടി കഴിയാനായിട്ട്. നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെയൊക്കെ സർപ്രൈസ് കിട്ടാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടാവും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച ടൈം തൊട്ട് ദേ ഈ നിമിഷം വരെ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും, എനിക്കിപ്പോൾ 28 വയസ്സ് കഴിഞ്ഞു, 28 വയസ്സ് വരെ എല്ലാ ബർത്ത്ഡേക്കും അമ്മ കേക്ക് വാങ്ങിച്ചു മുറിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമാണ് എൻ്റെ മക്കൾക്കും അത് തന്നെ വേണമെന്ന്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടും എനിക്കതിനൊരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഈ കേക്ക് വാങ്ങിച്ചു മുറിക്കുന്ന ഒരു പരിപാടി പിന്തുടർന്ന് വരുന്നുണ്ട്. അമ്മ പണ്ട് തൊട്ടേ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യുക, ഒരു പുതിയ ഉടുപ്പ് വാങ്ങിച്ചു തരാം. പിന്നെ അന്നത്തെ ദിവസം രാവിലെ എന്തായാലും ഇഡലി സാമ്പാറായിരിക്കും, ഉച്ചയ്ക്ക് നമുക്കൊരു സദ്യ ഉണ്ടാവും. എൻ്റെ ഓർമ്മയിൽ എൻ്റെ 23 വയസ്സ് വരെ, അതായത് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രായം വരെയും ഇതമ്മ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് എൻ്റെ കടമയല്ലേ, അന്ന് എനിക്ക് കിട്ടിയ സന്തോഷമല്ല ഇപ്പൊ എൻ്റെ മക്കൾക്കും കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാൻ അങ്ങനെ അവരുടെ ചെറിയ കാര്യങ്ങളെല്ലാം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എന്താണെങ്കിലും ഒരു ചെറുതായിട്ടാണെങ്കിലും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അവസരമെല്ലാം ഞാൻ സന്തോഷിപ്പിക്കാറുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മ എൻ്റെ കൂടെ ഇരുന്നതൊക്കെ ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് സന്തോഷം കിട്ടാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ ഉപരി ഇതിൽ നിന്ന് എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ, അതായിരിക്കും പ്രയോറിറ്റി. എന്താല്ലേ ഈ അമ്മ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലല്ലേ. അതായത് നമ്മള് അമ്മയായി കഴിയുമ്പം നമ്മുടെ അമ്മപ്പാരെ പോലെ തന്നെയല്ലേ വീണ്ടും നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാ ഈ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റിയത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനത് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ ചില സമയത്തൊക്കെ എനിക്ക് അതിശയമാണ്. അപ്പൊ എനിക്ക് തോന്നി ഈ അമ്മമാരായി കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് ദൈവം തരുന്ന ഒരു കഴിവാണത്. അപ്പൊ നമ്മൾ വഴി തിരിഞ്ഞു പോകുന്നുണ്ടല്ലേ. എന്നാൽ ഡെക്കറേഷൻ പരിപാടിക്ക് കിടക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്ത് ഡെക്കറേറ്റ് ചെയ്യണം, എന്താണ് എൻ്റെ തന്നെ ഉദ്ദേശമെന്ന് എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല കേട്ടോ. എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് ഇങ്ങനെ ഹൈഡ്രജൻ ബലൂൺസ് പോലെ ഇങ്ങനെ ബലൂൺസ് ത്രെഡായിട്ട് ഇങ്ങനെ മുകളിൽ കിടക്കുന്നത്. അപ്പൊ ഇത്തവണ എന്തെങ്കിലും ചെയ്യണമല്ലോ, അവന് ബലൂൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ അന്ന് നോക്കി കണ്ട റെഫറൻസ് പിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ ഇതിൽ വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ടാസ്ക് പിടിച്ച പണി എന്താണെന്ന് അറിയാമോ? ഈ ബലൂൺ ഊതുന്നതിനേക്കാളും ത്രെഡൊക്കെ കെട്ടുന്നതിനേക്കാളും ബലൂൺ കെട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഞാനും അമ്മയും മാക്സിമം ശ്രമിച്ചിട്ട് ഇത് കെട്ടുമ്പം കൈക്ക് ഭയങ്കര പെയിനാണ്. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ നമ്മൾ മാക്സിമം ബലൂൺസ് കെട്ടി സെറ്റാക്കി. കാണുന്ന പോലെ തന്നെ നമ്മൾ രണ്ടുപേരും ആക്ച്വലി ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഉറക്കം വളരെ കുറവാണ്. വേറൊന്നുമല്ല, രാത്രി ആകുമ്പം സിനിമ കാണാൻ തോന്നും. അത്രയും നേരം സിനിമ ഒന്നും കാണണ്ട, രാത്രി മൊത്തവും സിനിമ കണ്ടിരുന്ന് 1 മണിയാവും ഉറങ്ങാൻ. അതിപ്പം ഞാനും ഹസ്ബൻഡും അമ്മയും കൂടെ ആയിരുന്നു ഇരുന്നാണ് 3 പേരും കൂടി ഇരുന്നാണ് ഈ സിനിമാ പരിപാടി കാണുന്നത്.
അമ്മ കുറച്ചുകൂടെ നേരത്തെ കിടക്കും, അതായത് അമ്മ ഒരു 12:30 ആകുമ്പോൾ പോയി കിടക്കും, ഞങ്ങൾ 1 മണിയായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. എന്നാലും സിനിമ കാണാനിരിക്കാമെങ്കിൽ ഇത് ചെയ്യാനിരിക്കണമല്ലോ. അങ്ങനെയാണ് നമ്മൾ രണ്ടും കൽപ്പിച്ച് ഈ പരിപാടിക്ക് ഇരുന്നത്. പകുതിയായപ്പോൾ ആലോചിച്ചു എന്നാൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് ചെയ്താലോ എന്ന്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുന്ന ശീലം എനിക്കില്ല. എങ്ങാനും എന്നേക്കാളും മുന്നേ അവൻ എണീറ്റ പരിപാടി ഫുള്ള് ഫ്ലോപ്പ് ആവുമല്ലോ. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും രാത്രി തന്നെ തീർത്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഒരു ഫ്ലോപ്പ് പരിപാടിയുടെ പറ്റി കേട്ടോ. നമ്മൾ ഓർത്തു ഒരൊറ്റ ചെറിയ ഗിഫ്റ്റല്ലേ ഉള്ളൂ, അപ്പം എന്തെങ്കിലും വേണ്ടേ, രാവിലെ വരുമ്പം തന്നെ കേക്ക് മുറിച്ചാലോ എന്ന് ഓർത്തിട്ട് അപ്പം തന്നെ കേക്ക് വിളിച്ച് ഓർഡർ ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഇവിടെ കേക്കൊക്കെ ഓർഡർ ചെയ്താലും നമുക്കൊരു 15 മിനിറ്റിൽ ഡെലിവറി ആവും, 12 മണി ആണെങ്കിൽ പോലും. അങ്ങനെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് കേക്കും പാതിരാത്രി തന്നെ വന്ന്. പക്ഷെ നമ്മൾ കേക്കൊന്നും രാത്രി മുറിച്ചില്ല കേട്ടോ. പ്ലാൻ എന്താന്ന് വെച്ചാൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് ഇതിന്റെ ബലൂണിന്റെ ഉച്ചിയിൽ ഇങ്ങനെ ഇത് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നേരെ മുകളിലോട്ട് ഒട്ടിക്കുമ്പോൾ ഇതിങ്ങനെ കിടക്കുമല്ലോ. പല കളറാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, എനിക്കറിയില്ല, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ചെയ്ത് നോക്കാം. എന്താന്ന് വെച്ചാ ഇവിടെ ഈ മുകളിൽ ഓരോ ബലൂണായിട്ട് ഇതിന്റെ മുകളിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് സെറ്റ് ആക്കാനാണ്. ഇത് ഞാൻ ടൈം ലാപ്സിലിടാം, അതാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലല്ലോ, പെട്ടെന്ന് സെറ്റ് ആക്കണം. ഈ ബലൂൺ ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ടൈം ലാപ്സിലാട്ടോ എടുത്തത്. അത് സ്ലോ ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുമല്ലോ. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് പറയായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ചെയ്യുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നല്ല രസമുണ്ട്. ആക്ച്വലി ഈ സമയത്തൊക്കെ ഒന്നെങ്കിൽ നമ്മൾ 3 പേരും 3 ഫോണിൽ കുത്തിയിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ മിണ്ടാതിരുന്ന ഒരു സിനിമ കാണാമായിരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പം ഒന്നിച്ച് 3 പേരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ ആ ഒരു ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്തത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. അപ്പം ഞങ്ങൾ പറയായിരുന്നു ഇനിയെങ്കിലും നമ്മളിങ്ങനെ നൈറ്റോ എപ്പോഴായാലും ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുന്ന ടൈം കുറച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും സംസാരിക്കണം, ചെയ്യണമെന്നൊക്കെ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കലാവിരുദ്ധകൾ. ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഞാനൊരു 3-4 റൗണ്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും കൂടാതെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നേരത്തെ സിൽവർ ഫോയിൽ ഒട്ടിക്കണം എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ പാതിരാത്രി ആ സാധനം തപ്പി കിടന്നിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഈ ബലൂൺസ് തന്നെ ചെറുതായിട്ട് വീർപ്പിച്ച് അതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ ഞാനിതിൽ ആഡ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഇതിൽ കാണാൻ പറ്റുമേ. ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്നോ, ആ യെല്ലോ ബലൂണിന്റെ മുകളിൽ ഒരു ലൈറ്റ് വന്നിട്ടില്ലേ, മനഃപൂർവ്വം വന്നതല്ല, പക്ഷെ അവിടെ കറക്റ്റായി യെല്ലോ വന്നപ്പം നമ്മളെന്തോ സ്റ്റേജ് ഡെക്കോർ ചെയ്ത് ലൈറ്റ് ഇട്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ ബലൂണിൽ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ആ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ടേബിൾ കേക്ക് കെട്ടിയാൽ അവൻ്റെ ഹൈറ്റിൽ നിന്നൊരു ടേബിൾ നമ്മൾ ബാൽക്കണിയിൽ ഇടുന്ന ടേബിളും വെച്ചിട്ട്, ഇതാണ് കേട്ടോ ആളുടെ ഗിഫ്റ്റ്. അതായത് മാഗ്നറ്റിക് ടൈൽസ് ആണ് ഇത്. കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് വേണമെന്ന് പറയുന്നുണ്ട്. വേണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ് ബർത്ത്ഡേ ആവട്ടെ എന്ന്. കാരണം നമ്മൾ വെറുതെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്താൽ ആൾക്ക് അതിനൊരു വില ഉണ്ടാവില്ല. മോന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എല്ലാ മക്കൾക്കും ഉണ്ടാവും. ഒരു സാധനം വെച്ച് കുറേ നേരം ഒന്നും കളിക്കത്തില്ല, പിന്നെ അത് അവിടെ എവിടെയും കിടക്കും. അപ്പം ഇതിനൊരു വില വേണമെങ്കിൽ അവൻ ആഗ്രഹിച്ച് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ഇത് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. പിന്നെ കുറേ നേരം എൻ്റെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ചെയ്തത് കണ്ട് ഞാൻ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ചെയ്തു തുടങ്ങിയപ്പോൾ ഇത് ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും കാണാൻ ഒരു രസമൊക്കെ ഉണ്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ പറഞ്ഞ എനിക്കല്ല, അത് കിട്ടുന്ന കേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു കേക്ക് കെട്ടിയാനുള്ള പ്ലാൻ കൂടെ ഉണ്ടായിരുന്നു. ആ കേക്ക് വന്നതാണ്. ആള് എനിക്ക് തന്നെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ ഈ കേക്ക് നമ്മൾ രാവിലെ മുറിച്ചില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വന്ന ഉടനെ അങ്ങനെ മധുരം കഴിക്കേണ്ട, പിന്നെ എല്ലാവരും നല്ല കോലത്തിലായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ കേക്ക് കട്ടിയാന്ന് വിചാരിച്ചിട്ട് ഇത് അന്ന പാടെ ഫ്രിഡ്ജിലിരിപ്പായിരുന്നു. പിന്നെ നമ്മളത് വൈകിട്ടാണ് കേട്ടോ മുറിച്ചത്. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ അടുത്ത സെറ്റിൽ ഇടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ വീഡിയോയുടെ ലെങ്ത് ഓൾറെഡി കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തതിലിടാവേ. പരിപാടി എല്ലാം കഴിഞ്ഞ് അപ്പം ഞങ്ങള് കയറി കിടന്ന് ഉറങ്ങട്ടെ. ഈ മുഖം മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഞങ്ങൾ ഇന്നൊന്ന് വെയിലത്ത് പോയി സൺ ടാൻ അടിച്ചതിൻ്റെ കോലാണിത്. സൺ ബേൺ ആയി എനിക്ക്.
സൺസ്ക്രീൻ ഇടാത്തതിന്റെ പ്രശ്നമാണ്. അത് സൺ ബേൺ ആയിട്ട് ഇവിടെയൊക്കെ ബേൺ ആയിട്ടുണ്ട്, ദേഹമൊക്കെ ബേൺ ആയിട്ടുണ്ട്. ആരും ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയും, ആരും ചോദിക്കണ്ട, അവർക്ക് തോന്നത്തില്ല എന്താ കരിഞ്ഞിങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇടണോ അതോ അടുത്ത വീഡിയോ ആയിട്ട് ഇടണോ രാവിലത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. അത് നമ്മൾ വീഡിയോയുടെ ലെങ്ത് നോക്കിയിട്ടിടാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഗുഡ് നൈറ്റ്. ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ആദ്യയുടെ ബർത്ത്ഡേക്ക് കാണാം. ലൈവിനകത്താണോ ഗുഡ് നൈറ്റ് ഒക്കെ ബൈ ബൈ.